ഹായ് ഓൾ, ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, അതുപോലെ നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക. നിങ്ങൾക്കിവിടെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ കാർഡ് വന്നത് 9 ഓഫ് വാണ്ട്സും, നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ദ ഫൂൾ കാർഡുമാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ സ്ട്രെങ്ത് ഇവിടെ 9 ഓഫ് വാണ്ട്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് അറിയില്ലെങ്കിൽ, നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഒരുപാട് മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളവിടെ തളർന്നു പോകാതെ നിങ്ങളവിടെ പിടിച്ചു നിൽക്കുന്ന അതൊരു സ്ട്രെങ്ത് തന്നെയാണ് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആണത്. അതുപോലെ തന്നെ നമുക്ക് ഈ കാർഡ് ശ്രദ്ധിച്ചാൽ കാണാം, ആ വ്യക്തിയുടെ പുറകിലായിട്ട് കുറേ മലകളൊക്കെ കാണാം. അതൊക്കെ ചലഞ്ചസ് ആണ്, ഈ വ്യക്തി കടന്നു വന്ന ചലഞ്ചസ് ആണ്. അപ്പോൾ നിങ്ങൾ കടന്നു വന്ന ഒരു ലൈഫിലെ സിറ്റുവേഷൻസ് ആണ്, ചലഞ്ചസ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ മുറിവുകളൊക്കെ സംഭവിച്ചത്. പക്ഷേ എങ്കിലും നിങ്ങൾ ഇവിടെ ഇപ്പോൾ അലേർട്ടായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും നിങ്ങൾ ചലഞ്ചസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും അതിനെ മറികടക്കാനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട്. ആ ഒരു സ്ട്രെങ്ത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. പിന്നീട് നമുക്ക് അവിടെ കാണാം ആളുടെ പുറകിലായിട്ട് കുറേ വാണ്ട്സ് ഉള്ളത്. അപ്പോൾ എവിടെ നിന്നാണ് എപ്പോഴാണ് നമുക്ക് ഒരു ചലഞ്ച് ഉണ്ടാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ വന്നാലും നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്ത്, അതായത് നിങ്ങൾ അതിനെ ഫേസ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലെ ഒരു സ്ട്രെങ്ത് ആണ്. ഈ വ്യക്തി ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ ഓറഞ്ചാണ്, പുറത്തൂടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ ഓറഞ്ചാണ്. അതായത് ഫേസ് ചെയ്യാനുള്ള ചലഞ്ചസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു എനർജീനെയാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ തളർന്നു പോയിട്ടില്ല, നിങ്ങളുടെ ഉള്ളിൽ ഇനിയും പിടിച്ചു നിൽക്കാനുള്ള എനർജിയാണ് ആ ഒരു ഓറഞ്ച് ഡ്രസ്സ്. അതുപോലെ തന്നെ ആ കാണുന്ന വൈറ്റ് ഡ്രസ്സ് അകത്തിട്ടിരിക്കുന്നത് ആളുടെ ഉള്ളിലെ പ്യൂരിറ്റിനെയാണ് കാണിക്കുന്നത്, അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയാണ് കാണിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ വീക്ക്നെസ് ആയിട്ട് ഫുൾ കാർഡ് വരുമ്പോൾ പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല എന്ന്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നിങ്ങളുടെ വിശ്വാസം, അത് ഇടയ്ക്ക് നിങ്ങളോട് തന്നെ നിങ്ങൾ വിശ്വാസം ഇല്ലാതെയായി അതൊക്കെ നടക്കുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങൾക്ക് വരാൻ ചാൻസ്. അതുപോലെ തന്നെ പാസ്റ്റിൽ വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യാതെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഒരു വീക്ക്നെസ്, അതിലൂടെ നിങ്ങൾക്കൊരു വീക്ക്നെസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ യൂണിവേഴ്സ് ഉണ്ടായിട്ടും നിങ്ങൾ ചിലപ്പോഴൊക്കെ അതറിയാതെ പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾക്കിവിടെ ഫ്രീഡം ഉണ്ട്. പക്ഷെ നിങ്ങളത് വിശ്വസിക്കുന്നില്ല, അത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇതിനായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു അഡ്വൈസ് എന്താണെന്ന് ഇപ്പോൾ നോക്കാം. സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാണാം, എത്ര വലിയൊരു പ്രശ്നമാണെങ്കിലും നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളതിൽ വിശ്വസിക്കണമെന്നാണ്. നിങ്ങളുടെ ട്രസ്റ്റ് നിങ്ങൾ കൂടുതലായിട്ടും യൂണിവേഴ്സിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രെങ്തിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ സ്ട്രെങ്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്തിൽ വിശ്വസിക്കണം. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിയാൽ ഇദ്ദേഹം ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ കളറായാലും വൈറ്റാണ്. നമ്മളുടെ അകത്ത് ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ കളറ് വൈറ്റാണ്. അപ്പോൾ ഈ വൈറ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സ്ട്രെങ്തിൽ വിശ്വസിക്കണം, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യണം. സോ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങളതിൽ വിശ്വസിക്കണം. അതുപോലെ നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യണം. സോ ഏതൊരു കാര്യമായാലും നമുക്ക് മറികടക്കാൻ കഴിയും. എത്ര വലിയ കാര്യമാണെങ്കിലും നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ മറികടക്കാനായിട്ട് പറ്റും. കൂടുതലായിട്ടും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ നോക്കുക.